എൻ്റെ ജന്മദിനമാണ്. എനിക്ക് 52 വയസ്സ് തികയുന്നു. 1972 ജനിച്ചത്, ഓഗസ്റ്റ് 28. സത്യത്തിൽ സന്തോഷമുള്ള ദിനങ്ങളിൽ സങ്കടം തോന്നുന്ന അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. എന്നുവെച്ചാൽ ഞാൻ ജനിച്ച് എൻ്റെ സാമാന്യപ്രായം ഒരു 10 വയസ്സായപ്പോൾ മുതൽ സിനിമയെ സ്നേഹിക്കാൻ തുടങ്ങിയ വ്യക്തിയാണ്. സിനിമ എന്ന ഒരു ഘടകം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയും അതിൽ ആകുകയും ചെയ്ത സിനിമയെ അത്ര വളരെ വലിയ രീതിയിൽ സ്നേഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ആ സിനിമ വ്യവസായം ഇന്ന് വളരെ ഹീനമായ രീതിയിൽ ആകുന്ന ഒരു സംഭവമാണ് നടക്കുന്നത്. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടാതെ ഇതിരിക്കാനുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ മാധ്യമ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളെ ഇട്ട് അലക്കി വളരെ വികലമായ രീതിയിൽ അതിനെ ഇതാക്കുന്ന ഒരു സ്വഭാവം. മാധ്യമങ്ങൾ അവരുടെ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി സംഭവം ചെയ്യുന്ന ഒരു വളരെ പ്രാകൃതമായ ഒരു രീതിയാണെന്ന് നമ്മുടെ എല്ലായിടത്തും കാണുന്നത്. സാധാരണ മാധ്യമങ്ങളല്ല അങ്ങനെ പറയുന്നത്. ദൃശ്യമാധ്യമം എന്ന് പറഞ്ഞൊരു സംഭവം വളരെ, പക്ഷെ അതവർ നല്ല കാര്യങ്ങളും ചെയ്യുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ ചില വാർത്തകൾ കിട്ടുമ്പോൾ അതിനെ ഇട്ട് അലക്കി വളരെ വികലമായ രീതിയിൽ അതിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ ചെയ്യുന്നുമുണ്ട്. നല്ല ഒരു കാര്യം അതിൻ്റേതായ രീതിയിൽ അതിനെ അഭിമുഖീകരിച്ച് അതിൻ്റേതായ രീതിയിൽ ചെയ്യണമെന്നാണ് നമുക്ക് അഭിപ്രായം. ഒരു കാര്യം, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം, അത് നിർബന്ധമാണ്, ഒരു സംശയമില്ലാത്ത കാര്യം. പക്ഷേ നിരപരാധികൾ ക്രൂശിക്കപ്പെടരുത്. ശരിയല്ലേ? നിരപരാധികൾ ക്രൂശിക്കപ്പെടരുത്. നമ്മളിപ്പോൾ ഒരാളിനെ കുറ്റപ്പെടുത്തിയതിന് ശേഷം അയാൾ 5-6 വർഷം കഴിഞ്ഞ ശേഷം അയാൾ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അയാൾ അനുഭവിക്കുന്ന വേദനയും. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ അന്വേഷണം ഒരു കാര്യങ്ങൾ ഓരോ രീതിയിലും ഇത് പരസ്പരം ചാനലുകളുടെ റേറ്റിങ്ങിന് വേണ്ടി ചാനലിൻ്റെ ആ ഒരു ഇതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവന രീതിയിൽ പെരുമാറരുത്. സത്യസന്ധമായ രീതിയിൽ സത്യസന്ധമായ ആവിഷ്കാരം സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിച്ചാൽ നല്ലത്. ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഒരിക്കലും പ്രവർത്തിക്കരുത്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ആരെയും എന്തും ചെയ്യാമെന്ന് പറഞ്ഞ ഒരു പ്രവണത ഒട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനൊരു പ്രതിഭാസം ഉണ്ട് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സിനിമയിൽ നല്ല വശവും ചീത്ത വശവും ഉണ്ട്, ഉറപ്പാണ്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യവുമാണ്. ചീത്ത വശം പാടില്ല, നല്ല വശം മാത്രമേ പാടുള്ളൂ എന്നുള്ള രീതിയിൽ അത് നല്ല രീതിയിൽ പോകണമെന്നുള്ളത് എല്ലാവരുടെയും ആവശ്യവുമാണ്. പക്ഷേ നിരപരാധികൾ ക്രൂശിക്കപ്പെടരുത്. തെറ്റ് ചെയ്തവൻ ഉറപ്പായിട്ടും ശിക്ഷ അനുഭവിക്കുക. അപ്പം ഈ ഒരു സിനിമയെ സംബന്ധിച്ചുള്ള ഇങ്ങനൊരു പ്രശ്നം എനിക്കൊരു വിഷമമുണ്ടാക്കുന്നൊരു സംഭവമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അത് സത്യസന്ധമായ രീതിയിൽ അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഓരോരുത്തരും കൊടുക്കുകയും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം, അത് ഉറപ്പാണ്. മനസ്സിലായില്ല? ഏമ കമ്മിറ്റി റിപ്പോർട്ട് വരണമെന്ന് അതിനു മുമ്പ് ഞാൻ ആവശ്യപ്പെട്ട വ്യക്തിയാണ് ഞാനും. റിപ്പോർട്ടുകൾ വരണം, അതിലുള്ളവർ അതിൽ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉള്ള ഒരു പ്രവണതയായി പോകരുത് ഇത്. കാരണം ഒരു അവസരം കിട്ടാതിരിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ആളാകാൻ വേണ്ടിയിട്ട് മറ്റു രീതിയിൽ ഒരാളും ഇതിനെ ദുരുപയോഗം ചെയ്യരുത്. ദുരുപയോഗ രീതി ആവശ്യമില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാള സിനിമ എല്ലാ തെറ്റ്
കുറ്റങ്ങളും ഇല്ലാതെ ഒരു നല്ല കാലത്തേക്ക് മലയാള സിനിമ വളരട്ടെ, വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം, തെറ്റ് ചെയ്യാത്തവർ നിരപരാധികളെ ക്രൂശിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.